കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചു. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പേടിക്കാനൊന്നുമില്ല പാർത്തി, നീ ഒന്ന് ഇങ്ങോട്ട് വായോ, ആരെങ്കിലും കൂട്ടിയിട്ട് വന്നാ മതി. എന്തിനാണ് അതും കൂടെ പറഞ്ഞ തിങ്കളിനും അറിയില്ല. അന്നേരം തന്നെയാണ് പാർട്ടിയെ നേരിട്ട് വിളിച്ചറിയിക്കുന്ന പകരം തനിക്കിത് മിഥുനെ വിളിച്ചറിയിച്ചാൽ മതിയല്ലോ എന്ന് തോന്നിയവൾക്ക് പോയത്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ വരട്ടെ. എന്നാലൊരു സമാധാനത്തിനായി തിങ്കൾ പെട്ടെന്ന് മിഥുനെ കൂടി വിളിച്ചു. മിഥുനെയും വിളിച്ച് പാർട്ടിയെയും കൂട്ടി വേഗം വരാൻ പറഞ്ഞ് തിങ്കൾ കോൾ വയ്ക്കുമ്പോൾ, ആ സുരേന്ദ്ര, ഞാനത്തെ കുറിച്ച് വൈകും, ആരോട് വെയിറ്റ് ചെയ്യാൻ പറ. സംസാരിച്ചുകൊണ്ട് ആൾക്കടുത്തേക്ക് തന്നെ വരുന്നുണ്ട് അനിരുദ്ധൻ. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വരും, വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങി പോകാൻ പറയണം അവരോട്. അടുത്ത നിമിഷം അലറും പോലെയുള്ള ആ പറച്ചിലിനൊപ്പം ആ കോൾ ഔട്ട് ചെയ്യുമ്പോൾ ആ ശബ്ദത്തിൽ പെട്ടെന്ന് ഞെട്ടിയ തിങ്കളുടെ കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായി നിലത്തേക്ക് വീഴാൻ പോയതാണ്. പക്ഷെ താഴെ എത്തിയില്ല. അതിനുമുമ്പ് അനിരുദ്ധൻ പിടിച്ചു. വിളിച്ചു പറഞ്ഞോ ചോദിച്ചുകൊണ്ട് ഫോൺ അവിടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തലയാട്ടി വന്ന്, മകനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. ആ മകൻ എന്ന വാക്കിൽ അനിരുദ്ധന് നിമിഷം കുടുങ്ങിക്കിടന്നു. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഒരു നിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ മുഖം ഇപ്പോഴും നേരത്തെയുള്ള ചൂടിൽ വലിഞ്ഞു മുറുകിയിരിപ്പാണെങ്കിലും ആ ശബ്ദത്തിൽ അകത്തിയെടുക്കുന്ന ആളിനെ കുറിച്ച് ഓർത്തുള്ള ആവലാതിയും തിങ്കൾ തിരിച്ചറിഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല. ആളത് പറയുമ്പോൾ ഒന്ന് മൂളിയതയുള്ള അനിരുദ്ധൻ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഹെഡിൽ ഇഞ്ചുറികളുകൊണ്ട് സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോവുകയാണ് ചാന്ദിനിയെ. അനിരുദ്ധനും തിങ്കളും സ്കാനിങ് റൂമിന് മുമ്പുള്ള ചെയറിലായിട്ട് ഇരിക്കുമ്പോൾ ആ ബൈക്കാരന്റെ കൂടെ പോയ കോൺസ്റ്റബിൾ വരുന്നുണ്ട്. സർ, അയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നെറ്റിയിലും കൈമുട്ടും ഉരസി പൊട്ടിയിട്ടുണ്ട്, അതിപ്പോൾ ഡ്രസ് ചെയ്തിട്ടുണ്ട്, അയാളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഇടിച്ചു പോയതാണെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമാണ്. അനിരുദ്ധൻ അതിന് അമർത്തി മൂളി. എന്തായാലും ചന്തുവിന് ബോധം തെളിയും വരെ അയാളെ വിടേണ്ടെന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ ആ ഓർഡർ അനുസരിച്ചുകൊണ്ട് പിന്നെയും ബൈക്കാരന്റെ അടുത്തേക്ക് തന്നെ പോയി. അയാൾ കൺമുമ്പിൽ നിന്ന് മറിഞ്ഞപ്പോൾ തന്നെയാണ് ഓടിപ്പാഞ്ഞു വരുന്ന 2 ചെറുപ്പക്കാരെ അനിരുദ്ധനെ ശ്രദ്ധിക്കുന്നത്. അടുത്തെത്തുമ്പോഴേക്കും വ്യക്തമായ അവരുടെ മുഖത്തിൽ നിന്നും അയാൾ ഇരുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റു. തിങ്കളപ്പോഴേക്കും പാർത്തിയും മിഥുനും വരുന്ന കണ്ട് അവർക്കടുത്തേക്ക് നടന്നിരുന്നു. മിഥുന് തിങ്കൾ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ പാർത്തിയുടെ കടയിലേക്ക് ചെല്ലുമ്പോഴേക്കും ജയഫ്രാവിനടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ കാര്യം പറയാൻ തന്നെയാണ്. പാർത്തി ആകെപ്പാടെ കുഴഞ്ഞു നിൽപ്പുണ്ട് അവിടെ. ചെറുതായിട്ടൊന്നും തട്ടിയിട്ടേളൂടാ, തിങ്കൾ എന്നെ വിളിച്ചിരുന്നു, പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. ആരെയും കൂടി ബൈക്കിലാണ് മിഥുനിങ് എത്തിയത്. അമ്മ. പേടിയും പരവേശവും സങ്കടവും എല്ലാം കൂടിക്കലർന്നവന്റെ സ്വരം, ഓടിപ്പാഞ്ഞു വന്ന വരവ്, കറങ്ങി നിറഞ്ഞ കണ്ണുകളും വിയർപ്പിൽ കുതിർന്നു പോയ മുഖവും. തിങ്കളിന് അവനോട് വല്ലാത്തൊരു അലിവ് തോന്നിയ നിമിഷം. ആകെ കോലം കെട്ട് പേടിച്ച് തളർന്നുള്ളവന്റെ നിൽപ്പിൽ പെണ്ണിന്റെ മിഴികളൊന്ന് വെട്ടി. മൂക്കിൻ തുമ്പ് ചുവന്ന് കയറി. നെറ്റിയുടെ ഭാഗത്തൊരു പൊട്ടലുണ്ട്, സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുക. എന്താണ് ശരിക്കും ഉണ്ടായേ? തിങ്കൾ പറഞ്ഞു നിർത്തുമ്പോൾ വെപ്രാളത്തോടെ ചോദിച്ച മിഥുനാണ്. ആന്റി റോഡ് ക്രോസ് ചെയ്യുമ്പോ ബൈക്ക് വന്ന് ഇടിച്ചതാ. പറച്ചിലിനൊപ്പം റോഡിൽ വീണുപോയ ചാന്ദിനിയുടെ ബാഗും കൂടെയും പാർത്തിയെ ഏൽപ്പിച്ചു തിങ്കൾ. അതിന് ചന്തുവന്യ എന്തിനാ ഈ സമയം അങ്ങോട്ട് പോയത്? മിഥുന്റെ സംശയത്തോടെയുള്ള ചോദ്യം. അപ്പോഴേക്കും പാർത്തി ചാന്ദിനിയുടെ ബാഗിൽ ഹോമിയോ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനും മരുന്നും കണ്ടു കഴിഞ്ഞു. നിമിഷ നേരം കൊണ്ട് പാർത്തിയുടെ മുഖം ചുവന്നു. അമ്മ തന്നെ വിളിക്കാൻ ഡോക്ടറെ അടുത്ത് പോയിരിക്കുന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ ചാന്ദിനി തുമ്മുന്നാണ്ട് ചോദിച്ചാണ് അവന് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അവന് മറുപടി അറിയാതെ വെട്ടിത്തിരിഞ്ഞുള്ള പോക്കിൽ അവന് വാശിക്ക് തന്നെ ബൈക്ക് എടുത്തു പോയി. എന്നിട്ടിപ്പോ നോക്ക്. എന്താടാ ആന്റി ഇതിനെ അങ്ങോട്ട് പോയേ? മിഥുനാന്റെ തോളിൽ ഒന്നുകൂടെ തട്ടുമ്പോൾ, എനിക്കറിയില്ല. പല്ലും കടിച്ച് കണ്ണു നിറച്ചവൻ പറഞ്ഞു നിർത്തി. നേരെ നോക്കിയത് അവന്റെ മുമ്പിൽ പകപ്പോടെ അവനെയും നോക്കി നിൽക്കുന്ന അനിരുദ്ധന് നേർക്കാണ്. പാർത്തിയുടെ മുഖം നിമിഷ നേരം കൊണ്ട് വലിഞ്ഞു മുറുകി. ഒരു കൊച്ചുകുട്ടിയുടെ വാശിയോടെ അയാളിൽ നിന്ന് ചക്ക മുഖം തിരിക്കുമ്പോൾ അനിരുദ്ധന് എന്തുകൊണ്ട് ഇവിടെയെന്നല്ല അവൻ ചിന്തിച്ച്. ഇയാൾ ഒറ്റൊരുത്തൻ കാരണമാണ് തന്റെ അമ്മ തന്നോട് പിണങ്ങിയെന്നുള്ള ദേഷ്യമാണ് അവന്റെ മനസ്സ് നിറയെ. മിഥുന് അന്നേരം തന്നെയാണ് അനിരുദ്ധനെ അവിടെ കണ്ടത്. അപ്പോഴേക്ക് അവർക്കടുത്തേക്ക് വന്നിട്ടുണ്ട് അയാൾ. സാറ് ഇവിടെ? മിഥുൻ പരിങ്ങലോടെ അയാളെയും നോക്കി തിങ്കളനെയും നോക്കി. ആന്റി ഇങ്ങോട്ട് എത്തിച്ച സാറാ. ആളത് പറഞ്ഞു കഴിഞ്ഞതു. ഇതിലെ ചന്തുവിന്റെ മകൻ. പാർത്തിയാണ് നല്ല സംശയം ഉണ്ടെങ്കിലും ഒന്ന് ഉറപ്പിക്കാനെന്ന പോലെ അനിരുദ്ധൻ എടുത്തു ചോദിച്ചു. പക്ഷെ ആളുടെ ആ ചന്തുവിളിൽ പാർത്തി അവനെ കണ്ണുകൾ ചുരുക്കി നോക്കി. മിഥുന്റെ മുഖത്തും അതിശയമാണ്. ചോദിച്ചതിന് മറുപടി താമസിക്കുമ്പോൾ അനിരുദ്ധനെ നോട്ടവും മാറി തുടങ്ങി. ഇവനാണ് സർ. പാർത്തിയെ ചൂണ്ടിക്കാണിച്ച് മിഥുന്റെ ചാടിക്കയറിയുള്ള പറച്ചിൽ. വെറുതെ എന്തിനാളുടെ കൈക്ക് പണിയുണ്ടാക്കി കൊടുക്കുന്ന? മിഥുന്റെ പറച്ചിൽ പ്രതീക്ഷിച്ചായതുകൊണ്ട് അനിരുദ്ധന്റെ മുഖത്ത് ഞെട്ടലില്ല. പകരം അങ്ങനെയൊന്നും ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത മറ്റൊരു ഭാവം. അവരൊന്നുകൂടെ നോക്കി ഇരുന്നിടത്ത് തന്നെ പോയി അനിരുദ്ധൻ ഇരിക്കുമ്പോൾ പാർത്തിയുടെ രൂക്ഷമായ നോട്ടം അയാൾക്ക് നേരെയാണ്. മിഥുൻ പെട്ടെന്ന് തിങ്കളെ വിളിച്ച് അപ്പുറത്തേക്ക് മാറി. എന്താടി ഇത്? ഇങ്ങിരുന്നിന് ഇനി ഇവിടെ ഇരിക്കുന്നത്? ആന്റി എന്തിനാ ചന്തുന്ന് വിളിക്കുന്നത്? ഇവര് നമ്മൾ നേരത്തെ പരിചയക്കാരുണ്ടോ? ഇതൊക്കെ എങ്ങനെയൊക്കെ അറിയാം? ആന്റിയെ കണ്ടപ്പോൾ ചന്തു തന്നെയാ സാർ വിളിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംശയം പാർട്ടിയോട് ചോദിക്കും. അതും പറഞ്ഞ് തിങ്കൾ പോയെങ്കിലും പാർട്ടിക്ക് അനിരുദ്ധനെ പറ്റിയൊന്നും അറിയില്ലെന്ന് മിഥുനെ പോലെ തിങ്കളുടെ മനസ്സിലായ കാര്യമാണ്. അനിരുദ്ധനിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള സീറ്റിലാണ് തിങ്കൾ ചെന്നിരുന്നത്. ഇത്ര നേരം തന്നെ നോക്കി പേടിപ്പിച്ച് നിന്നവൻ തിങ്കൾ ഇരുന്നതും ആൾക്കടുത്തേക്ക് പോകുന്നതും അനിരുദ്ധൻ ശ്രദ്ധിച്ചു. തൊട്ടടുത്ത് വന്നിരിക്കുന്നവനെ തിങ്കളൊന്ന് തലയിരിച്ച് നോക്കി. ചെയറിന്റെ കൈവരിൽ ഇരുന്നവരുടെ കയ്യിൽ പാർത്തിയുടെ കൈകൾ മുറുകി.
തിങ്കൾ നോക്കുമ്പോൾ തലകുനിച്ചിരിക്കുകയാണത്. എന്തോ അന്നേരം തന്റെ കൈ വലിച്ചെടുക്കാൻ അവൾ ശ്രമിച്ചില്ല. മിഥുന് ഇത്തിരി പേടിയുണ്ടെങ്കിലും നേരാവൻ ചെന്ന് അനിരുദ്ധന്റെ മുന്നിലേക്കാണ്. സാറിനി ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ വന്നല്ലോ എന്ന് മിഥുൻ പറയുമ്പോൾ അവനെ നോക്കി ചന്തുവിനെ കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് കനപ്പിച്ച സ്വരത്തിൽ പറഞ്ഞോടെ പിന്നെ അവിടെ നിൽക്കാതെ സാറ് എവിടെയെങ്കിലും ഇരുന്നു എന്ന മട്ടിൽ നേരെ പോയി പാർട്ടിയുടെ അപ്പുറം ചെന്നിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ചാന്ദിനിയെ മുറിയിലേക്ക് മാറ്റി കുഴപ്പമൊന്നുമില്ല പോയി കണ്ടോളാൻ നേഴ്സ് എന്ന് പറയുമ്പോൾ ആരെക്കാളും മുന്നേ ചാന്ദിനിയെ കാണാൻ അകത്തേക്ക് പോകുന്നവനെ കണ്ട് പാർട്ടിയുടെ മാത്രമല്ല തിങ്ങളുടെയും മിഥുന്റെയും മുഖം ചുളിഞ്ഞു പോയി. എന്നാലും പെട്ടെന്ന് ഒരാൾക്ക് പിന്നാലെ അകത്തേക്ക് കയറി. ചാന്ദിനിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആദ്യത്തേക്ക് കയറി വന്ന പോലീസുകാരനെ കണ്ട് ഡോക്ടർ സംശയത്തോടെ വിളിച്ചു. ആക്സിഡന്റ് കേസാണെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോവേണ്ടതല്ലേ? കൂടാതെ ഇത്ര നേരം പേഷ്യന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ അതൊരു CI. ചന്തു ചാന്ദിനി എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഡോക്ടറുടെ സംശയത്തിലുള്ള വിശദീകരണം വേണ്ടപ്പെട്ടവളെന്ന് ഒറ്റ വാക്കിൽ അന്യത്തിന് ഒതുക്കുമ്പോൾ ഡോക്ടർ അങ്ങനെയാണെന്ന മട്ടിൽ തലയാട്ടി. പിന്നിൽ വന്ന 3 പേരും അവന്റെ ഈ വർത്താനം കേട്ട് അനിരുദ്ധനെയും ബെഡിൽ വിളറിവെളുത്തി കിടക്കുന്ന ചാന്ദിനെയും മാറി മാറി നോക്കി. ഓ, സാറിന് റിലേറ്റീവ് ആണല്ലേ? ഇത് പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഹെഡ് ഇഞ്ചറിയാ. സ്കാനിങ് കുഴപ്പമില്ല. നെറ്റിയിൽ 3 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ വീണ് വീഴ്ചയിലാണെന്ന് തോന്നുന്നു. ഇടത്തെ കാലിന്റെ മുട്ട് പൊട്ടിയിരുന്നു, അത് ഡ്രസ് ചെയ്യുന്നുണ്ട്. വലതുകയിൽ ചെറുതായിട്ട് നീര് വെച്ചിട്ടുണ്ടെങ്കിലും ഫ്രാക്ചർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും വേദനയ്ക്ക് ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് മാറ്റാം അത്. പിന്നെ ആൾക്ക് വൈറൽ ഫീവർ ഉള്ളതുകൊണ്ട് പനികളും മരുന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഡോക്ടർ അത്രയും പറഞ്ഞു തീരുമ്പോൾ എല്ലാവരുടെയും മുഖം ഒരുവിധം ശാന്തമായിട്ടുണ്ട്, ചാന്ദിനിയെ ഒഴിച്ച്. പാർത്തി വേഗം അമ്മയുടെ അടുത്തേക്ക് എത്താൻ കുതിക്കുമ്പോഴേക്കും അനിരുദ്ധൻ ചാന്ദിനിയുടെ അടുത്തേക്ക് ആദ്യം എത്തിയിരുന്നു. തലയിൽ തുന്നലും കയ്യിൽ ബാൻഡേജും കെട്ടി ആകെ ആവശ്യത്തിൽ കിടക്കുകയാണ് അവളെങ്കിലും അനിരുദ്ധൻ കാലങ്ങൾക്ക് ശേഷം കാണുന്ന എന്നോ തന്റെ സ്വന്തമായിരുന്ന അവളെ പിന്നെയും കണ്ണെടുക്കാതെ നോക്കി. ആ നോട്ടത്തിലാകെ പരിഭ്രമിച്ചു പോയി ചന്തു. ആ പിടയുന്ന കണ്ണുകളിലേക്ക് നോക്കുന്ന നേരം ഇത് തന്റെ പഴയ ചന്തു തന്നെയാണെന്ന് അനിരുദ്ധന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയും പോലെ. ശരിയാണ്, ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും ഒരുവന്റെ അമ്മയായിട്ടും അവളിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. പക്ഷെ ഈ ചന്തുവിനെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല. അറിയണം, ചന്തുവിനെ കുറിച്ചും പാർട്ടിയെ കുറിച്ചും. ചന്തു അറിയോ? ഓക്കെ. അത്രയും ആർദ്രമായ സ്വരം അനിരുദ്ധന്റെ വായിൽ നിന്ന് തന്നെയാണോ വന്നതെന്ന് അതിശയിക്കും പോലെ തിങ്കളും മിഥുവും കണ്ണുമിഴിച്ച് നിൽക്കുമ്പോൾ പാർത്തി അവന്റെ പല്ലേരിച്ചു. ചാന്ദിനി പൊട്ടി വരുന്ന കരച്ചിലും ആളുടെ സങ്കടങ്ങളുടെ കണക്ക് പുസ്തകവും അവന് മുന്നിൽ തുറന്നു കാണിക്കാതെ വെറുതെ ഒന്ന് അവന്റെ ചോദ്യത്തിന് തലയാട്ടി മുഖം തിരിച്ചു നോക്കിയത് പാർത്തിയാണ്. അവന്റെ കോലം കെട്ട ആ കോലം കണ്ട് കണ്ണു നിറഞ്ഞുപോയി ചാന്ദിനിയുടെ. അതിനൊപ്പം അനിരുദ്ധന്റെ നേർക്ക് ഒരിക്കൽ കൂടെ നോട്ടമെത്തിയതും ഉള്ളു പിന്നെയും വിങ്ങുന്നു. കോൺസ്റ്റബിൾ ആ ബൈക്കാരനെയും കൂട്ടി വരുമ്പോൾ ഒരു നിമിഷം എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്താ ശരിക്കും പറ്റിയത്? അനിരുദ്ധൻ ചാന്ദിനിയോട് ചോദിക്കുമ്പോൾ അയാളെ രൂക്ഷമായി നോക്കാനും മറന്നില്ല. അയാൾ അവിടെ പേടിച്ചുറച്ച് നിൽക്കുന്നുണ്ട്. ചാന്ദിനി ഒന്നും പറയാൻ കഴിയാതെ അതീവ മാനസിക സംഘർഷത്തോടെ കിടക്കുന്നുണ്ട്. തുറന്നു പറയാൻ പറ്റുമോ അവനെ നോക്കി റോഡ് കിടന്നപ്പോൾ ബൈക്ക് വന്ന് ഇടിച്ചതാണെന്ന്? ഒന്ന് വേഗം പറയാൻ, അല്ലെങ്കിൽ അങ്ങയുടെ സ്വഭാവം മാറും. മീതിനുള്ളിൽ പിറുവിറുത്താണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ താമസിക്കുമ്പോൾ അനിരുദ്ധന്റെ ഭാവമാറ്റം ഇതിനുള്ളിൽ തന്നെ അവർക്ക് പിടികിട്ടിയതാണല്ലോ. പക്ഷെ ചാന്ദിനിയുടെ അടുത്ത് ഇത്രയായിട്ടും അങ്ങേര് ക്ഷമയോടെ കാത്തിരിക്കുന്ന കണ്ട് അവരുടെ നെറ്റി വിളിയുമ്പോൾ ബൈക്കാരൻ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ ആവർത്തിച്ചു. പാർത്തിയും അയാളെ കലിയോടെ നോക്കുമ്പോൾ ചാന്ദിനി ആള് പറഞ്ഞത് ശരിയാണ്. മഴ പെയ്തപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽ ആ കടന്നുപോയതാണെന്ന് കൂടെ പറഞ്ഞു. അനിരുദ്ധൻ കോൺസ്റ്റബിളിനടുത്ത് അവരോട് പുറത്തേക്ക് നിൽക്കാന്നവരെ കണ്ണു കാണിച്ചു. ആശ്വാസത്തിൽ നിൽക്കുന്ന ബൈക്കാരനെയും കൂട്ടി കോൺസ്റ്റബിൾ പുറത്തേക്ക് തന്നെ പോയി. അനിരുദ്ധൻ വീണ്ടും ചാന്ദിനിയുടെ നേരെ തിരിഞ്ഞു. കണ്ണീർ പാടുള്ള കവിളിൽ പതിയെ അവൻ കൈവച്ചതും ചാന്ദിനിയുടെ കണ്ണുകൾ പിന്നെയും തുടിച്ചു. ആ തുടിപ്പിൽ ആൾക്കുള്ളിൽ തനിക്ക് ഇപ്പോഴൊരു സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം അനിരുദ്ധനുള്ളിലും ഒരു മഞ്ഞുകണം വന്ന് വീണ പോലെ എന്നോ ചിരിക്കാൻ മറന്നവന്റെ ചുടികൾ ചാന്ദിനിക്ക് വേണ്ടി മാത്രം വിടർന്നു. അവൾ മാത്രമേ അത് കണ്ടുള്ളൂ താനും. നമുക്ക് കാണാം, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. അത്രയും ഉറപ്പോടെ അധികാരത്തോടെയുള്ള അവന്റെ സ്വരം ചാന്ദിനിക്ക് അവളുടെ ഹൃദയമിടിപ്പ് പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങി. തന്റെ മുന്നിൽ നിൽക്കുന്നയാൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് അവൾ മനസ്സിലാക്കിയാണ്. ചാന്ദിനിയുടെ കവിളിൽ ഒന്നുകൂടെ തട്ടി കൈയെടുത്ത് അനിരുദ്ധം തിരിയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ ആകെ കിളി പോയി നിൽക്കുന്ന അവസ്ഥയാണ് പുറകിലുള്ളവർക്ക്. പക്ഷേ പാർട്ടിയുടെ മുഖത്തിന് മാത്രം യാതൊരു അയവുമില്ല. ടേക്ക് ഗുഡ് കെയർ ഓഫ് യർ കൽപ്പിക്കുമ്പോൾ അനിരുദ്ധന്റെ ശബ്ദം. എന്റെ അമ്മയെ നോക്കാൻ എനിക്കറിയാം, അതിനാരുടെയും ശുപാർശ ആവശ്യമില്ല. പാർട്ടിയുടെ സ്വരം ഉയർന്ന നിമിഷനേരം കൊണ്ടാണ്. ചാന്ദിനി ഉള്ളിൽ നിറഞ്ഞ പരവേശത്തോടെ ഇരുവരെയും നോക്കി. അനിരുദ്ധൻ തൽക്കാലമൊന്നും മിണ്ടിയില്ല. അവരെ മറികടന്നാവൻ പോകുമ്പോൾ പെട്ടെന്ന് എന്തോർത്ത പോലെ തിരിഞ്ഞു. ചന്തു, നിന്റെ നമ്പരൊന്നേ. ചാന്ദിനി ആകെ പരിഭ്രമത്തോടെ അവനെ നോക്കി. സ്വന്തം നമ്പര് പോലും മറന്നുപോയ അവസ്ഥ. അതിനപ്പുറം നാവ് നനക്കാൻ പറ്റുന്നില്ല. പാർത്തി, അമ്മയുടെ നമ്പര് പറ. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് തന്നെ ഉടലോടെ കത്തിച്ചു കളയുന്ന പോലെ നോക്കി നിൽക്കുന്നവന് നേർക്ക് യാതൊരു കൂസലുമില്ലാതെ പറയുമ്പോൾ അന്നേരം അനിരുദ്ധന്റെ മനസ്സിൽ എനിക്ക് അച്ഛനില്ലെന്ന് പാർത്തി പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്നത്. അപ്പോൾ ചാന്ദിനിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിരിക്കുന്നു. നമ്പരുകളാ ചുവന്ന് കയറിക്കുന്നതിന്റെ മുഖത്തേക്ക് നോക്കി അനിരുദ്ധന്റെ ശബ്ദം ഒച്ചെടുക്കൽ മിഥുൻ നിമിഷം നേരം കൊണ്ട് തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ചാന്ദിനിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ പാർത്തി മിഥുനെയും തുറിച്ചു നോക്കി. നീ പോടാ, എനിക്ക് ജീവനിൽ കൊതിയുണ്ട്.
എന്ന പോലെ അവനും തിരിച്ചു നോക്കി. നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞ് ഒരിക്കൽ കൂടെ എല്ലാവരെയും നോക്കി ചാന്ദിനിയോട് തലയാട്ടിയവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ആ ബൈക്കുകാരനും കോൺസ്റ്റബിളും പുറത്തു തന്നെയുണ്ട്. എത്രയായിരുന്നു നിന്റെ സ്പീഡ്? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവന്റെ കയ്യിൽ മുറിക്കാൻ ഇതിന്റെ കൈ. ഓവർ സ്പീഡായിരുന്നു അവൻ കുറച്ച്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയാൻ അയാൾ മടിച്ചു. വിരലുകൾ നുറുങ്ങിപ്പോകുന്ന വേദനയിൽ അയ്യോ സാറേ, ഞാനിനി പതുക്കെ ഓടിച്ചോളാമേ. അയാളുടെ കരഞ്ഞുകൊണ്ടുള്ള ശബ്ദം. ഒന്നുകൂടെ കൈ ഒന്ന് പിഴിഞ്ഞു വിട്ട് അനിയത വാണിങ്ങൂടെ അയാളൊരു നോട്ട് നോക്കി പോയിക്കൊള്ളാൻ പറഞ്ഞു. ഫോണെടുത്ത് ആരെയോ വിളിച്ച് ഹോസ്പിറ്റലിന് പുറത്തേക്ക് നടന്നു. അതിന് പുറകെ തന്നെ ആ കോൺസ്റ്റബിളും. അയാൾ ആരാമേ? പിണക്കവും പരിപ്പൊക്കെ മാറ്റിവെച്ച് പാർട്ടിയിൽ നിന്ന് ചാന്ദിനിക്ക് നേരെ ആദ്യം ഉയർന്ന ചോദ്യം അതായിരുന്നു. ചാന്ദിനി അവന്റെ മുഖത്തു നിന്ന് കണ്ണുകൾ മാറ്റി. എന്റെ നാട്ടുകാരനാ, നിനക്കറിയില്ല. ഉള്ളിലെ നോവിനെ അടക്കി പിടിച്ചൊരു പറച്ചിൽ. അതേതാമേ ഞാനറിയാത്തൊരു നാട്ടുകാരൻ. നിനക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ പാച്ചു? എനിക്കറിയാവുന്ന എല്ലാവരും നിനക്കറിയണമെന്നുണ്ടോ? കുറച്ചൊന്ന് ദേഷ്യപ്പെടേണ്ടി വന്ന ചാന്ദിനിക്ക്. അതുകൊണ്ട് നെറ്റിയിലെ മുറിവ് വരിഞ്ഞു. വേദനയിൽ മുഖവും ചുളിഞ്ഞു. വേണ്ട, ഇപ്പൊന്നും അമ്മ പറയണ്ട. പക്ഷേ അമ്മയുടെ വേറൊരു നാട്ടുകാരനല്ല പോയത്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞേ പറ്റൂ. ഉറപ്പിച്ച് പാർട്ടി പറഞ്ഞു നിർത്തിയതും. ഇനിയിപ്പോ ആന്റിയുടെ പഴയ കാമുകനെങ്ങനെ ആയിരിക്കും അത്? മീതൊരു ആത്മകഥം പറഞ്ഞാണ്. പക്ഷേ സൗണ്ട് അത്യാവശ്യം ഉയർന്നുകൊണ്ട് അതെല്ലാവരും കേട്ട് ഞെട്ടി അവനെ നോക്കുന്നുണ്ട്. ചാന്ദിനിയാകെ വിയർത്തുപോയി. അനാവശ്യം പറഞ്ഞാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചൊഴിക്കും. പാർട്ടി മീതുവിനെ കടിച്ചു കീറുമ്പോഴേ ചാട്ടം. ഞാനെന്റെ ഒരു ഊഹം പറഞ്ഞല്ലേ, നീ ഇങ്ങനെ അഭിപ്രാവല്ലേ? മീതു അവനെ സമാധാനിപ്പിച്ച് പറയുമ്പോൾ പാർട്ടിയുടെ ആ പ്രതികരണം കണ്ട് ചാന്ദിനി അവിടെ കിടന്ന് വിയർക്കുന്നുണ്ട്. തിങ്കളുടെ കണ്ണുകൾ നന്നായി കണ്ടുപിടിച്ചു. മീതു അപ്പോഴേക്കും മരുന്നിന് ലിസ്റ്റ് എടുത്ത് മരുന്ന് വാങ്ങി ബില്ലടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ പാർട്ടിയും ചാന്ദിനിയും നോക്കി പുറത്തേക്ക് ഇറങ്ങി. ആന്റി സമാധാനമായിട്ട് കിടക്ക്, ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. തിങ്കൾ ചാന്ദിനിയുടെ കയ്യിൽ പിടിച്ച് കവിളിൽ തലോടി അടുത്തേക്ക് ഇരുത്തുമ്പോൾ ചാന്ദിനി അവൾ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു. എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ആ പോലീസ് സ്റ്റേഷൻ വെച്ച് നമ്മൾ കണ്ട കാലിനിയാണോ ഇന്ന് ചന്തുവാനിയുടെ അടുത്ത് കണ്ട്? ശരിക്കും ആന്റിയുടെ ആളുടെ സംസാരം കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. അപ്പൊ പിന്നെ എനിക്കങ്ങനെ തോന്നിയില്ലെന്ന് എനിക്കതിനെ കുറ്റം പറയാൻ പറ്റുമോ? മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് മിഥുന്റെ സംസാരം വീണ്ടും. പക്ഷെ ഇപ്രാവശ്യം ദേഷ്യപ്പെടാതെ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ പാർട്ടി അവനിൽ നിന്ന് മുഖം തിരിച്ചു. കാരണം അവനിതിലൊക്കെ നേരത്തെ സംശയം തോന്നിയതാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ഒഴിഞ്ഞുമാറി കൂടി ആയതോടെ. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പോകുന്നത്? സത്യം എന്തായാലും നമ്മൾ അംഗീകരിച്ചാലേ പറ്റൂ. എന്ത് സത്യം? എന്റെ പാർട്ടിക്കുട്ട, നീ ഒരിക്കലും ആന്റിക്ക് നല്ലൊരു കൂട്ടുകണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയിട്ട് നടന്നോ? ഇല്ല. ഇപ്പതേ ഒരാളെ ദൈവം കൊണ്ടുവന്നാണെന്ന് വിചാരിച്ചാൽ മതി. ഒന്നുകൂടെ ശ്രമിച്ചു നോക്കടാ. ആളുകളെ കുഴപ്പക്കാരൊന്നല്ലെന്ന് തോന്നുന്നു. ആന്റി അങ്ങ് കെട്ടിച്ചു കൊടുക്ക്. നിനക്ക് അച്ഛാന്ന് വിളിക്കാൻ ഒരാളുമായില്ലേ? പറഞ്ഞു നിർത്തി അവന്റെ തോളിലും ഇതൊന്നും തട്ടിയതും. ആ കാട്ടുമാകാൻ തന്നെ എന്റെ അമ്മയെ കൊടുക്കണോടാ എന്ന് ചോദിച്ച് തോളിൽ നിന്ന് അവന്റെ കൈ പിടിച്ച് തിരിച്ച് പാർത്തി. ഓടിക്കണടാ പട്ടി, നീ എന്തെങ്കിലും ചെയ്തു, ഞാൻ ഇനി ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് മിതു വളരുമ്പോൾ പാർത്തി കൈയെടുത്തു. ആർക്കും മരുന്നെടുത്തു കൊടുത്ത പെൺകുട്ടിയും രണ്ടുപേരെയും അന്തിച്ച് നോക്കുന്നുണ്ട്. പാർത്തി അതൊന്നും ശ്രദ്ധിക്കാതെ ആ മരുന്നും എടുത്ത്. അവന്റെ ഒരു അച്ഛനാണത്രേ അച്ഛൻ എന്ന പറച്ചിലോടെ തിരിഞ്ഞു നടന്നു. നിനക്കയാളെന്നെ പറ്റുള്ളൂടാ. തന്തയും മോനെ ഒരു അച്ചിരി വാർത്തെടുക്കാം. അങ്ങേര് കാട്ടുവാക്കാനാണെങ്കിലേ നീ കാരമാണ. രണ്ടുപേരും നന്നായി ചേരും. മീതിനുള്ളിലെ രോഷം മൊത്തം പിറുവിറുത്ത് പാർത്തിക്ക് പിന്നാലെ തന്നെ ഓടി. ചാന്ദിനിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയാണ് അവർ. ഫാക്ടറിയിൽ പീറ്ററും വീണയും സന്തോഷിനോട് തിങ്കളുടെ കാര്യം പറഞ്ഞെങ്കിലും ചാന്ദിനിയുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ സന്തോഷിനെ ഒന്നുകൂടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ലീവിന്റെ കാര്യം അറിയിച്ചിരുന്നു തിങ്കൾ. ആളൊന്നും പറഞ്ഞില്ല. ചാന്ദിനിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ചോദിച്ച് ലീവിന്റെ കാര്യത്തിന് ഓക്കെയും പറഞ്ഞ് നാളെ വരില്ലെന്നും കൂടെ ചോദിച്ചാണ് ഫോൺ വെച്ച്. നാളെ വരാമെന്ന് തിങ്കൾ പറയുകയും ചെയ്തു. തിങ്കളുടെ സ്കൂട്ടി ഫാക്ടറിയിൽ ഇരിക്കുകയാണല്ലോ. മീതൻ അവളുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി ഞാൻ വണ്ടി വീട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അവനും പാർട്ടിയും ബൈക്ക് തന്നെയാണ് തിരിച്ചു പോയത്. തിങ്കൾ ചാന്ദിനിയും കൂട്ടി ഓട്ടോക്കും. ആ ഒരു വീണ്ടുമ്പിൽ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോഴേക്കും പാർട്ടിയുടെ ബൈക്ക് ആർക്കും മുന്നേ എത്തിയിട്ടുണ്ട് അവിടെ. മീതിന് ഒരു 5 മിനിറ്റിനകം തിങ്കളുടെ സ്കൂട്ടിയുമായി എത്തുകയും ചെയ്തു. ആകെ പഞ്ചറൊട്ടിച്ചു വരുന്ന ചാന്ദിനിയെ കണ്ട് മന്മ കുരച്ചുകൊണ്ട് ചുറ്റും ഓടുന്നുണ്ട്. നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് ഒരു ബൈക്കിന് മുമ്പിൽ ഒന്ന് ചാടി നോക്കിയതാ, അങ്ങോട്ട് മാറിക്കളാ. ചാന്ദിനിയെ പിടിച്ചകത്തേക്ക് നടക്കുമ്പോൾ പാർട്ടിയുടെ അരച്ചവിടെ മുഴങ്ങിയതു. താൻ തനിയെ നടന്നോളാം എന്ന് പറയാൻ പോയ ചാന്ദിനി വാടച്ചു. മന്മു വേഗം പോയി ഉമ്മറത്തേക്ക് കയറി. അപ്പുറത്തെ സുന്ദരന്റെ കൂടെ കിടക്കുന്നുണ്ടായിരുന്ന പുഷ്പവും ഇപ്പുറത്തെ തന്റെ ആളുകൾ വന്നറിഞ്ഞ് മതിലും ചാടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. തിങ്കൾ മീതുന്റെ കയ്യിൽ നിന്ന് അവളുടെ സ്കൂട്ടി വാങ്ങിച്ച് ആളുടെ വീട്ടിലേക്ക് അയച്ചു വെക്കാൻ പോയി. മീതുന അപ്പോഴേക്കും ഇങ്ങോട്ട് കയറി വന്ന് എന്തെങ്കിലും കൂടി വിളിക്കണം, ഞാൻ വരാം, ഓട്ടെ ആന്റി റെസ്റ്റ് എടുക്ക് എന്ന് ചാന്ദിനിയോട് കൂടെ യാത്ര പറഞ്ഞ് ബൈക്ക് എടുത്തു പോയി. മീതുന്റെ ബൈക്കാണത്. ഇതിലാണ് അവർ വന്നത്. പാർത്തിയുടെ ബൈക്ക് ഷോപ്പിൽ തന്നെയാണ്. മുറിയിലേക്ക് കയറി അമ്മയെ ബെഡിലേക്ക് ഇരുത്തുമ്പോൾ പാർത്തി ഒരു കാര്യം പറഞ്ഞു. ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ആ പോലീസുകാരനാ അനിരുദ്ധൻ, ഇവിടുത്തെ പുതിയ CI. അമ്മ പറ, എങ്ങനെയാ നിങ്ങൾ തമ്മിലെ പരിചയം? പെട്ടെന്നുള്ള അവന്റെ ആ ഒച്ചെടുക്കലിൽ ചാന്ദിനി ഞെട്ടിലോടെ പാർട്ടിയെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.